ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബ്രെഡ് പോളയാണ് ചെയ്യുന്നത്. നല്ല സ്പൈസി ആയ ഒരു ഇഫ്താർ സ്നാക്കാണ്. നമുക്ക് ഈസിയായി ഫ്രൈ പാനിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. ചിക്കൻ ഞാനിവിടെ പൊരിച്ചിട്ടാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി 250 ഗ്രാം ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അടുത്തത് ബ്രെഡ് പോളയിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. ചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പൊടികളിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് പകുതി തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പാലും കൂടെ ചേർത്ത് അടിച്ചു വെക്കാം. ബ്രെഡ് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈങ് പാനിൽ നമുക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ ചെറിയൊരു ലെയർ പോലെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ ബ്രെഡും മുട്ടയിൽ മുക്കി ഒരു ലെയർ ആക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം കൂട്ടെല്ലാം നന്നായി കവർ ചെയ്യണ പോലെ ബ്രെഡ് മുട്ടയിൽ മുക്കി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുട്ട ഞാനിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയിലയും പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ ഒരു പാന് വെച്ച് അതിന് മുകളിൽ ഈ ഫ്രൈങ് പാൻ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കറക്റ്റ് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം. അടിവശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് നമുക്ക് മുകൾ വശവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് ഫ്രൈങ് പാനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കാണിച്ചു തരാം.
നമ്മുടെ ബ്രെഡ് പോള നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഇഫ്താറിന് തന്നെ. നല്ല സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.